33,000 കുലുവ. ഇതും പൊക്കി പിടിച്ചോണ്ട് എന്റെ മുമ്പ് വരെ നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു? എടുത്തോണ്ട് പോടാ. പലിശ സഹിതം 4,12,000 രൂപ കൊണ്ടുവരാതെ ജപ്തി ഒഴിവാക്കുന്ന പ്രശ്നമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സാർ. ഞാനൊരു 100 കൂടി വെച്ച് കൊണ്ടുപോടാ. 100, 200 വെക്കാതെന്താ മുച്ചിക്കളിയെന്നോ? സാറേ, ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല് പിടിക്കാം. ഞങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടിയാ തല ഈ കട മുഴുവൻ വരുത്തി വെച്ചത്. അതുകൊണ്ട് ഇത് ഞങ്ങൾ തന്നെ വീട്ടിക്കോളാം. സത്യമാണ് സാറേ, ഇത് സത്യം അല്ലെങ്കിൽ സാറിന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ. സാർ ഒരു അല്പം അവകാശം കൂടെ, ഒരു 10 കൊല്ലം കൂടെ തന്നാൽ മൊത്തം തുകയുടെ പകുതിയെങ്കിലും ഞാൻ അടച്ചു തീർത്തോളാം. ഇറങ്ങടാവളിയിലെ നിന്നെ പോലുള്ള അലവലാദികളോട് സംസാരിക്കുന്നത് എന്നെ വേണം തല്ലാൻ. സാർ ഈ ചെറിയ ശരീരം വെച്ച് ഇങ്ങനെ ചൂടാവല്ലേ. 33,000 രൂപ ഒന്നും ആവില്ലെന്നറിയാം. എന്നാലും തൽക്കാലം ഇത് പലിശ ഇനത്തിൽ കൂട്ടിക്കണം. എന്നിട്ടൊരു 2 മാസം സമയമെങ്കിലും സാർ എനിക്ക് തരണം. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. പ്ലീസ് സാർ. തല ആരുടെ മുമ്പിലും ഇങ്ങനെ താഴാറില്ല. താഴെ 2 മാസത്തെ സമയമല്ലേ ചോദിച്ചുള്ളൂ. ഒന്ന് സമ്മതിച്ചു തരണം സാർ. ഒരു നിവർത്തിയില്ല. തലയും വാലും ഒക്കെ വേഗം പോകാൻ നോക്ക്. ബാങ്ക് നടപടികൾ അതിന്റെ രീതിയിൽ അങ്ങ് നടന്നോളൂ. പറഞ്ഞത് കേട്ടില്ലയോ? ഇറങ്ങി പോടാ.